നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൽ വിജയം കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പലരും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാറുണ്ട്, വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലവർ കൂടുതൽ വിജയിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ കൂടുതലായിട്ട് വിജയിക്കുന്നവർ പലപ്പോഴും ആ ഹാർഡ് വർക്കിനോടൊപ്പം തന്നെ ഒരു സ്മാർട്ട് വർക്ക് ചെയ്യുന്നവരാണ്. ഞാനതിനൊരു ഉദാഹരണം പറയാം. 2 വിറക് വെട്ടുകാരുണ്ടായിരുന്നു. അവർ ദിവസവും കൂലി കിട്ടിയിരുന്നത് അവരുടെ ദിവസവും കട്ട് ചെയ്ത വിറകിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ്. അപ്പോൾ ഒരാൾ കൂടുതൽ കട്ട് ചെയ്തിരുന്നു, അതേ സമയം തന്നെ അത്രയും നേരം തന്നെ വർക്ക് ചെയ്ത മറ്റേ ആൾ കമ്പാരിറ്റീവ്ലി കുറച്ച് കട്ട് ചെയ്തിട്ട് കുറച്ച് കൂലി കുറവാണ് വാങ്ങിച്ചിരുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ രണ്ടാമത്തെ ആൾ, അതായത് കൂലി കുറച്ച് കിട്ടിയിരുന്ന ആൾ പരാതിപ്പെട്ടു ഉടമസ്ഥൻ്റെ അടുത്ത്, എനിക്ക് കൂലി കുറവാണ്, ഞാനും ഇത്രയ്ക്ക് സമയം തന്നെ ജോലി ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് എൻ്റെ കൂലി കുറയുന്നു? അപ്പോൾ ഈ ഉടമസ്ഥൻ പറഞ്ഞു, നിങ്ങൾ ആദ്യത്തെ ആളെ ശ്രദ്ധിക്കൂ, അയാൾ കൂടുതൽ ക്വാണ്ടിറ്റി കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അയാൾക്ക് കൂടുതൽ കൂലി കൊടുക്കുന്നത്. അന്ന് തൊട്ട് ഈ രണ്ടാമത്തെ ആൾ ആദ്യത്തെ വിറക് വെട്ടുകാരനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അയാൾ എന്താണ് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ അരമണിക്കൂറിന് ശേഷവും വിറക് വെട്ടിയതിന് ശേഷം നേരെ അയാളുടെ ആക്സ്, മഴു തൊട്ടടുത്ത പാറയിൽ കൊണ്ടുപോയി ഉരച്ച് ഷാർപ്പൺ ചെയ്തിട്ടാണ് വീണ്ടും കട്ടിങ് തുടങ്ങിയിരുന്നത്. അതേസമയം ഈ രണ്ടാമത്തെ വ്യക്തി അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. അയാളൊരു തീരെ ബ്ലണ്ടായിട്ടുള്ളൊരു കൊടാലി കൊണ്ട് വിറക് വെട്ടി അയാൾക്ക് ക്വാണ്ടിറ്റി അധികം എത്താൻ സാധിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ആദ്യത്തെ വ്യക്തി അയാളുടെ ടൂൾ കൃത്യമായിട്ട് ഷാർപ്പൺ ചെയ്തിരുന്നു. അപ്പോൾ ഷാർപ്പനിങ് അവർ ടൂൾസ് എന്നുള്ളൊരാശയം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. നമ്മൾ ഏത് ജോലി ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൽ എങ്ങനെയെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, എങ്ങനെയെല്ലാം അതിനകത്ത് ടെക്നോളജി കൊണ്ടുവരാൻ പറ്റും, എങ്ങനെയെല്ലാം അതിനകത്ത് നോളജ് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നമ്മൾ ഇവിടെ ട്രാക്ടർ പാടശേഖരങ്ങളിൽ വന്നപ്പോൾ അതിനെ എതിർത്ത് സമരം ചെയ്തവരാണ്. അന്ന് വിചാരം ഇതുപോലെ ട്രാക്ടറൊക്കെ വന്നു കഴിഞ്ഞാൽ ഉള്ള ജോലി കൂടി നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് തൊഴിലാളികൾ സമരം ചെയ്തത്. അതുപോലെ തന്നെ പിന്നീട് കമ്പ്യൂട്ടർ വന്നപ്പോഴും ഇതുപോലെ സമരം ചെയ്തു. പക്ഷേ അതൊന്നും നിലനിൽക്കില്ല. കാരണം ടെക്നോളജി തീർച്ചയായിട്ടും മുന്നോട്ട് വരും, അത് പഴയ കാലത്തെ സിസ്റ്റത്തിനെ മാറ്റി മറിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ട്രാക്ടറും ഈ കമ്പ്യൂട്ടറും എല്ലാം. നമ്മളതിന് വേണ്ടിയിട്ട് അതിനെ വിലങ്ങുതടിയായി നിന്നിട്ട് കാര്യമില്ല, അതിനെ എതിർക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അതൊരിക്കലും നമ്മളതിൽ വിജയം കണ്ടെത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഈ അടുത്ത കാലത്തല്ലേ നമ്മുടെ നാട്ടിൽ ഊബർ, ഓല പോലുള്ള ടാക്സി സർവീസുകൾ വന്നു. അപ്പോൾ എന്തുണ്ടായി? പഴയ സാധാരണ നിലയിൽ ടാക്സി ഓടിച്ചിരുന്നവർക്ക് ബുദ്ധിമുട്ടായി. കാരണം അവരുടെ അപേക്ഷിച്ച് ഈ പുതിയ ടാക്സി സർവീസ് വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്, വളരെ കൺവീനിയൻ്റാണ്. അത് എന്താ പറയുക, എല്ലാം കൊണ്ടും കസ്റ്റമർ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പണ്ട് ടാക്സി ഓടിച്ചിരുന്നവരാണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ ഊബർ ടാക്സിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ കാര്യം ബുദ്ധിമുട്ടിലാവും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെന്നും നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം, നമ്മൾ ടെക്നോളജി പഠിച്ചെടുക്കാൻ ശ്രമിക്കണം. ഓരോ മേഖലയിലും പല പല ടെക്നോളജികളും പുതിയതായിട്ട് വരുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ലതേതാണെന്ന് തിരഞ്ഞെടുത്ത് അതിൽ പ്രാവീണ്യം നേടണം. അല്ലാതെ ഞാനൊരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ 10 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ 12 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്നാൽ അത് ആരും കേൾക്കാനുണ്ടാവില്ല. അതേസമയം ഹാർഡ് വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ടെക്നോളജി ഇമ്പ്രൂവൈസ് ചെയ്ത്, നോളജ് ഇമ്പ്രൂവൈസ് ചെയ്ത്, അത് നമ്മുടെ ടൂൾസ് എല്ലാം ഷാർപ്പൺ ചെയ്ത് മുന്നോട്ട് വരികയാണെങ്കിൽ കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാവും. നിങ്ങൾ മറ്റ് വ്യക്തികളെക്കാളും ജീവിതത്തിൽ കൂടുതലായിട്ട് വിജയം കൈവരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.